ഭാഗമായാണ് ഞാൻ. ഞങ്ങൾ കൊളുത്തിയ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗുരുക്കന്മാർ, അന്നത്തെ ടീച്ചേഴ്സ്, ബേബി ടീച്ചർ, പാമല ടീച്ചർ, ഞങ്ങൾ കൊളുത്തി വെച്ച ആ ദീപം ഇന്ന് ഇവിടെ ഇങ്ങനെ കത്തി ജ്വലിക്കുമ്പോൾ നിങ്ങളൊക്കെ എത്ര നന്നായിട്ടാണ് പാടുന്നത്. മനസ്സിലിങ്ങനെ എനിക്ക് വാക്കുകളില്ല. ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ചതായി പാടുന്നു. എൻ്റെ വക വലിയൊരു നിങ്ങളുടെ ചേച്ചിയുടെ ഒരു വലിയ എന്താ പറയുക സ്നേഹം. ഒരുപാട് പേരെ മിസ് ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ. നമ്മോടൊപ്പം ഇല്ല പലരും. നമ്മുടെ പഴയ മ്യൂസിക് സാർ ജോർജ് സാർ ഈ അടുത്തിടയ്ക്ക് നമ്മെ വിട്ട് പിരിഞ്ഞു. നിങ്ങൾക്ക് അറിയാമായിരിക്കും. സാറിനെ ഓർമ്മ വരുന്നു. എനിവേ, എൻ്റെ എന്നിലെ ഗായിക ഇങ്ങനെ പിച്ച് വെച്ച് തുടങ്ങിയത് ഈ വേദിയിലാണ്, ഈ സ്കൂളിലെ ക്ലാസ് മുറികളിലാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ടീച്ചേഴ്സിന്റെ മുമ്പിലാണ്, എൻ്റെ സഹപാഠികളുടെ കൂടെയാണ്. ഇതിലും നല്ലൊരു മൊമെന്റ് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എൻ്റെ ക്ലാസ്മേറ്റ്സ് ഇവിടെ എല്ലാവരും ഉണ്ട്. എനിക്കിപ്പോൾ ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് കൺഫ്യൂഷനിലാണ്. കാരണം ഞാൻ ഓരോ ടീച്ചേഴ്സിനെ നോക്കുമ്പോൾ ടീച്ചർ എന്നെ ഒരു തവണത്തെ സെയിൻറ്റ് ഡാൻസിലേക്ക് എന്നോട് പറഞ്ഞു, രാജി ഇത്തവണ കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിൽ പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വരം, പിന്നെയും പിന്നെയും ആരോഗ്യനാവത്തിൽ പൊൻവേണുമോതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോ ടീച്ചറാണ്. പിന്നെ ഞാനൊരു സെയിൻറ്റ് ഡാൻസിലേക്ക് വേണം. രാജഹംസനേ മഴവിൽ കൊടിയിൽ വായിക്കണ്ട രാജഹംസനേ മഴവിൽ കൊടിയിൽ സ്നേഹദൂതുമായി വരുമോ അങ്ങനെ ഞാൻ ഓരോ സീനിയേഴ്സിലേക്കും ആനുവലിലേക്കും ആ കാലഘട്ടത്തിലെ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ ടീച്ചേഴ്സ് എന്നെ കൊണ്ട് പാടിച്ചുകൊണ്ടേയിരുന്നു. അതൊക്കെ എൻ്റെ മനസ്സിൽ ഓടി വരുന്നു. എന്നാലും ഞാൻ ഒരുപാട് മറ്റു തയ്യാറെടുപ്പുകളൊന്നുമില്ല. ഓൺ ദ സ്റ്റേജ് ഇപ്പോൾ പാടാൻ പോവാണ്. മറന്നിട്ടുണ്ടെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിലോലഭാവം. മറന്നിട്ടുണ്ടെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു
വേണോ